അത് അടിസ്ഥാനപരമായിട്ട് അവരെ നേതാക്കന്മാര് അവരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷെ അത് ഉറുദുവിലാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ മലയാളത്തിലെ പ്രവാസികന്മാർ ഇപ്പോൾ അത് എടുത്തുദ്ധരിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിത്തുള്ള പഠിപ്പിച്ച ഈ സുന്നത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്താ? തീജ, സാത്വ, ബസ്വ, 7 കണ്ണോക്ക്, 3 ഫാത്തിഹ എന്ന് പറയുമ്പോൾ അതേപോലെ 3 ഫാത്തിഹ, അതേപോലെ കണ്ണോക്കും ഞങ്ങളുടെ ഭാഗത്ത് പറയും 7, 10. ഇതെല്ലാം പിഴച്ച വിവേകാകുന്നു. ഒരിക്കലും തന്നെ അതിനടിസ്ഥാനം ഇല്ലാത്തതാകുന്നു. അപ്പൊ അതിനെയാണ് ശാപ്പാട് എന്ന് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ വളരെ വ്യക്തമായി പരിഹസിക്കുന്നത്. അതുകൊണ്ട് സഖാഫികൾ പരിഹസിക്കുകയാണ്, അവർ ഗൗരവത്തിൽ പറയാമെന്ന് മനസ്സിലാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന് എതിരാകുന്നു. ഉമ്മമാരെ മരിച്ചുപോയാൽ ഇപ്പൊ നിങ്ങൾ സുന്നിയാകുമ്പോൾ നിങ്ങളുടെ പേര് സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്യിക്കാനെങ്കിലും മക്കളുണ്ട്. തബ്ലീഗായാൽ ഉറപ്പിച്ചോ മരിച്ചെടുത്ത് ഓതൂല, സ്വതക്ക കൊടുക്കൂല. ഇനി കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇട്ടുതരാം. അതുകൊണ്ട് കേട്ടോളൂ നിങ്ങളും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അല്ലാഹുവിന്റെ ഹബീബടക്കമുള്ള ആളുകളെ ചീത്തയാക്കുന്ന കൂട്ടത്തിൽ അവരോടുള്ള സഹായാർത്ഥന പോലും തെറ്റാക്കി മാറ്റി. ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ ഗംഗോഹി എന്ന് മൽഫൂസാത്തിൽ പറഞ്ഞു നേതാവ് പറയുന്നു. ഖബറിൽ നിന്ന് ഇത്തരം പ്രാർത്ഥനകൾ നടക്കൽ നേരാക്കാൻ മക്ബറയുടെ അരികിൽ ചെന്നിട്ട് മഹാനവറുകളെ എന്നെ സഹായിക്കണേ എന്ന് ആരെങ്കിലും വിളിച്ചാൽ ഹറാമും ശിർക്കും ആകുന്നു. അതാണ് നമ്മുടെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. തനിച്ച് ശിർക്കാകുന്നു എന്ന എന്തിന്റെ ശിർക്കിന്റെ തുടക്കം എവിടെയാണ്? ഹബീബാ നബി തങ്ങളെ ഫാത്തായി കഴിഞ്ഞതിന് ശേഷം എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കിക്കോ. സിദ്ദീഖ് റളിയല്ലാഹു സ്ഥാനമേറ്റു 2 കൊല്ലവും സംതിങ്ങും കഴിഞ്ഞപ്പോഴേക്ക് സിദ്ദീഖ് വഫാത്തായി. മഹാനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിന്റെ മഖ്ബറ, റസൂലുള്ളാഹിന്റെ ജാറത്തിന് മുമ്പിലാ കൊണ്ടുവന്ന് വെക്കുന്നു. റാസി ധരിക്കുന്നു. എന്നിട്ടതാ വരുന്നു റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക്. ചോദ്യം, യാ റസൂലല്ലാഹ് സിദ്ദീഖുൻ ബിൽബാബ്. നബിയെ, വഫാത്തോ നബിയെ, മരിച്ച നബിയെ, നിങ്ങളുടെ സന്തോഷ സഹചാരി സിദ്ദീഖിത അവിടത്തെ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു. ആരോട്? മരിച്ച റസൂലുള്ളാഹിനോട്. ആര്? സ്വഹാബികൾ. ആരല്ല? സഖാഫികൾ അല്ല, സ്വഹാബികൾ. യാ റസൂലുള്ളാഹി സിദ്ദീഖുൻ ബിൽബാബ്. ആ സമയത്ത് റസൂലുള്ള ചിന്തിക്കണം, പക്ഷേ ഞാനിവിടെ റിപ്ലൈ കൊടുത്താൽ ശിർക്കിന് പ്രേരണമാകും, മഖബറകൾക്ക് പ്രാധാന്യം കൽപ്പിക്കും, അവിടെ പച്ചപ്പെട്ട് വിരിപ്പിക്കപ്പെടും, അവിടെ വിളക്കുകൾ വരും, അവിടെ ഓൾസുകൾ വരും. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഖബറ കെട്ടലും 4 ഭിത്തി ഉയർത്തലും അവരോട് സഹായം ചോദിക്കാൻ ഇരട്ടുണ്ടാക്കലുമൊക്കെ ശിർക്ക് തന്നെ. ഓ, ഈ ഗ്രന്ഥം എഴുതിയാൽ മദീനത്തെങ്കിലും ഒന്ന് പോകണമെന്നാണ് വിനയത്തോട് ഒരു എളിയ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന രീതിയിൽ ഗ്രന്ഥകർത്താവിനോട് കൂട്ടാനുള്ളതും ഈ പുസ്തകത്തിൽ നിന്ന് ശിർക്കാൽ ചിത്രീകരിച്ച എല്ലാ കാര്യങ്ങളും നിരുത്തങ്ങളെ ജാറത്തിലുണ്ട് കേട്ടോ. അതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യാ റസൂലുള്ളാഹി സിദ്ദീഖുൻ ബിൽബാബ് എന്ന് പറഞ്ഞപ്പോ റാസി ധരിക്കുന്നു. സുന്നത്ത് സുന്നിവേശു റിസാലയും അല്ല, റസൂലുള്ളാഹിന്റെ മഖ്ബറയിൽ നിന്ന് റിപ്ലൈ വന്നു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. വെൽക്കം മൈ ഫ്രണ്ട്. വരട്ടെ എന്റെ സഹോദരൻ, എന്റെ സുഹൃത്തിന് സ്വാഗതം. റസൂലുള്ള ശിർക്ക് ചെയ്തുവോ? പുസ്തകത്തിൽ ഗ്രന്ഥരചയിതാവിനോട് ഞാൻ ചോദിക്കുന്നു, ഫത്താവ റഷീദ് അംഗീകരിക്കുന്ന തബ്ലീഗുകാരോട് ഞാൻ ചോദിക്കുന്നു.
മഹാന്മാരാകുന്ന ആളുകൾ ഇവിടെ വന്നപ്പോ നമ്മുടെ മണപ്പള്ളി ഉസ്താദ് ഒരു ഓഡിയോ കാസറ്റ് കേൾപ്പിച്ചു. സുലൈമാൻ മൗലവിയുടെ, ചൗലിയുടെയും സുലൈമാനുടെ ഒക്കെ. അതിലൊക്കെ പറയുന്നത് എന്തായാലും നിങ്ങൾ അതെല്ലാം പറയുന്നത് മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിക്കാൻ പാടില്ല, കുത്തുബീത്ത് പാടില്ല. എന്നിട്ട് ന്യായം പറയാ. ഇവന്മാരെ കബറിലൊക്കെ പച്ചപ്പട്ട് കൊണ്ടുപോയിട്ടിട്ട് എന്ത് പച്ചപ്പട്ട ഇത്? ലോക്കൽ സാധനമല്ലേ? ഔലിയാക്കൾക്ക് സ്വർഗത്തിലെ പട്ട് കിട്ടൂലേ? എന്നിട്ട് അവരെ വിലയിടിക്കല്ലേ അവരെ മക്കബരെ കൊണ്ടുപോയിട്ട് ഈ പച്ചപ്പട്ടിടുന്നത്? അല്ല മൗലവി, ഞാൻ ചോദിക്കട്ടെ, പച്ചപ്പട്ട് കബറിന്റെ പുറത്താ. ഈ മയ്യത്ത് കഫൻ ചെയ്തിട്ട് മറവ് ചെയ്തിട്ടല്ലേ മക്കബറ കെട്ടുന്നത്? എന്നിട്ടല്ലേ പച്ചപ്പട്ടിടുന്നത്? ഈ മറവ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പല്ലേ കഫൻ ചെയ്യുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ കഫൻ ചെയ്യാറുള്ളത്? ലോക്കൽ കോട്ടൺ തുണി വാങ്ങിയിട്ട് അത് ഔലിയാക്കടെ കൊച്ചാക്കരല്ലേ? കാരണം സുഖലോക സ്വർഗത്തിൽ പോയ വലിയത് കിട്ടാൻ പോവാ. എന്നിട്ട് ലോക്കൽ തുണി ആരോടായി പറയുന്നത്? തന്റെ മുൻപിലുള്ള ആളുകളെ പൊട്ടീസാക്കാൻ കഴിയും. പക്ഷെ ഇസ്ലാം